എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബട്ടർ നാനിൻ്റെ റെസിപ്പിയാണ്. ഓവണ് തന്തൂർ ഒന്നും ഇല്ലാതെ പാനിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ബട്ടർ നാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ നാനിൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ബട്ടർ നാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ കൊണ്ട് 5 നാനാണ് ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്, അത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതേ അളവിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് നോക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കണം, എന്നാലേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് ഒരു 1.5 മണിക്കൂർ മുതൽ ഒരു 2 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ തുണി ഒന്ന് മാറ്റാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റാം. ഇത് ഏകദേശം ഈ സൈസുള്ള ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റാം. അങ്ങനെ 5 ഉരുളകളാണ് ഞാൻ എടുത്തത്. ഇനി ഓരോ ഉരുളകളും ഇതുപോലെ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൂടുതൽ പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കരുത്. ഇനി ഇത് നാണിൻ്റെ ഷേപ്പിൽ, ഒരു ഓവൽ ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് ഏകദേശം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ള് വിതറി കൊടുക്കാം. അപ്പോൾ വെളുത്ത എള്ളോ അതല്ലെങ്കിൽ കറുത്ത എള്ളോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതെല്ലാം ഇതിലൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് കമഴ്ത്തി കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് പാനിൽ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നേരെ ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നന്നായിട്ട് ചൂടായ പാനിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ സ്റ്റിക്കായി വരില്ല, പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുവരും. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊരു ഗ്രിപ്പർ ഉപയോഗിച്ചിട്ട് അത് എടുത്തിട്ട് നേരെ ഫ്ലെയിമിൻ്റെ മുകളിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും. ആ സമയത്ത് ഇതാ പാൻ ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തന്നെ ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ നാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉരുളകളും ഞാൻ ഇതേ രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ നാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ നാനിൻ്റെ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് പാനിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്